തമ്പനയിൽ പേര് കണ്ട പോലെ ഇത് തേൻ കൊണ്ടുണ്ടാക്കിയ ഒരു സ്വീറ്റ് പലഹാരമൊന്നും അല്ല കേട്ടോ. ഇതൊരു അഗ്രഹാര സ്പെഷ്യൽ മുറുക്കാണ്. അതിൻ്റെ പേരാണ് തേൻ കുഴൽ. വരൂ വീഡിയോയിലേക്ക് പോവുക കേട്ടോ. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞാനതൊരു ട്രൈ കളറാക്കാൻ വിചാരിച്ചു. ആദ്യം പച്ച കളറിനായി നമ്മളിവിടെ എടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില തേൻ കുഴൽ മുറുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അടുത്തത് ചുവപ്പ് കളറിനായി ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സോ ബീട്രൂട്ട് തേൻ കുഴലാണ് അടുത്തത് ഉണ്ടാക്കാൻ പോകണം. സോ അതിനെ ഒന്ന് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് നല്ല പേസ്റ്റാക്കി വെക്കുക കേട്ടോ. അത് അരിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായി ഒരു ഏത് അളവ് പാത്രം എടുക്കണോ അതേ കപ്പ് എടുക്കും കേട്ടോ. ഞാനിവിടെ നിന്ന് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു 4 ഗ്ലാസ് അരിപ്പൊടിയും 1 ഗ്ലാസ് ഉഴുന്നും കേട്ടോ. അതിലേക്ക് ഞാൻ ഓമം ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ എള്ള്, ജീരകം, അങ്ങനെ എല്ലാം ഓരോ സ്പൂൺ ഇടാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത ശേഷം ഞാനത് 3 പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ. വേറെ വേറെ നമുക്ക് കളർ മിക്സ് ചെയ്യണ്ടേ. സോ ഫസ്റ്റത്തേൽ ഞാൻ ഗ്രീനാണ്, നമ്മുടെ കറിവേപ്പില അരച്ച പേസ്റ്റ് കേട്ടോ. അതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ. അടുത്തത് നമ്മൾ ചുവപ്പ് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് പിന്നെ നമുക്ക് അരിക്കൊന്നും വേണ്ട. ആ പേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുക. പോരാത്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെയും അവിടെ വെക്കുക കേട്ടോ. ഒന്ന് ടവൽ കൊണ്ട് അടച്ച് വെക്കുക. മൂന്നാമത് നമ്മളിതാ വൈറ്റ് കളറാണ് കേട്ടോ. അതിനെയും കൂടി നമ്മൾ വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളമൊന്നും വേണ്ട, പച്ചവെള്ളം മതി കേട്ടോ, കുഴച്ച് അതിനെയും പേസ്റ്റാക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ 3 കളേഴ്സ് റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി കളറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ, അത് നിങ്ങൾ ഏതാ യൂസ് ചെയ്യണോ അതെടുക്കുക കേട്ടോ. പിന്നെ ചില്ല്, ഈ 3 ഹോളുള്ള ചില്ലാണ് ഈ തേൻ കുഴൽ ഉണ്ടാക്കാനായി എടുക്കണത് കേട്ടോ. സോ അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം പിഴിയാൻ പോണത് വൈറ്റ് കളറാണ്. സോ വൈറ്റ് കളറുടെ മാവ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഫില്ല് ചെയ്യുന്നു. നേരിട്ട് എണ്ണയിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നേരിട്ട് പിഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു ചട്ടുകത്തിൻ്റെ ബാക്കിലോ ഒക്കെ പിഴിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുറുക്കാണ് കേട്ടോ. നമ്മുടെ പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടിയൊക്കെ ഇല്ലേ, സോ ആ പൊടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ വന്നിട്ട് ഉഴുന്ന് പൊടിയേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ആ പൊടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. ഓക്കെ. ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്തുണ്ടാക്കിയത് പച്ച കളറാണ്. കളറൊന്നും മാറണേ ഇല്ല കേട്ടോ. അതേപോലെ തന്നെ ഉണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. കറിവേപ്പില അപ്പോൾ നമ്മളെല്ലാവരും കറികളിലൊക്കെ ഇട്ടാൽ എല്ലാവരും എടുത്ത് കളയുന്ന ആൾക്കാരാണ് അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. അടുത്തത് ഞാൻ ഉണ്ടാക്കിയത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് പറയാൻ പറ്റില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ആ ഒരു ബീട്രൂട്ട് കുറച്ചൊരു മധുരമുള്ള ബീട്രൂട്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കും ആ ഒരു ചെറിയൊരു മധുരമൊക്കെ ഇറങ്ങി നല്ല അടിപൊളി കളറും. അതാണ് മെയിൻ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വെള്ളയും ചുവപ്പുമാണ് കേട്ടോ ബീട്രൂട്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. സൂപ്പറായിട്ട് കഴിച്ചോളും. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇതാ ലാസ്റ്റ് ഞാൻ 3 കൂടി ഓരോ ലെയറായിട്ട് വെച്ചിട്ട് ട്രൈ കളർ ഒന്നിച്ച് ഉണ്ടാക്കിയെടുത്തു. ഇതാ 3 വെള്ളയും പച്ചയും ചുവപ്പും കൂടി കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ഇവിടെ ട്രൈ കളർ തേൻ കുഴൽ മുറുക്ക് തയ്യാറാണ് കേട്ടോ. സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു അടിപൊളി സ്നാക്കാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കണ കൊണ്ട് എണ്ണയും അധികം അതിൽ കുടിക്കണേ ഇല്ല കേട്ടോ. സോ ട്രൈ ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.